വിമർശനത്തിന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ല വിമർശനം പോകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. ഇതുപോലെ അതിന് പിന്നെ ഓരോ ക്ഷീണമാണല്ലോ. പാർട്ടി തീരുമാനിച്ചത് വിമർശനവും സ്വയം വിമർശനവും സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. അതില്ലാതിരുന്നാൽ പിന്നെ സമ്മേളനമല്ല. അത് അവരുടെ ചോദിച്ചാൽ മതി എവിടെയാണ് ഞാൻ പറയില്ല. എവിടെ തെറ്റായ വാർത്തകളാണ് ഞാനൊരു തീർത്ഥം നമ്മുടെ പാർട്ടിക്കകത്തുള്ള തീർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയേണ്ട കാര്യം. പാർട്ടിക്കകത്ത് എല്ലാ തരത്തിലുള്ള തെറ്റായ പ്രവണതയും തിരുത്തുക എന്നുള്ള പ്രക്രിയയിലാണ് പാർട്ടികൾ. അത് പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വാർത്തകളാണ്. അതിന് ഒന്നും കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. വലിയ തൃപ്തിയാണ്, നല്ല തൃപ്തിയാണ്. സമ്മേളനത്തിൻ്റെ അകത്ത് വരുന്ന വിമർശനമുണ്ട്, വിമർശനത്തിനുള്ള മറുപടിയുണ്ട്. അതിനും കൂടി കഴിയുമ്പോഴല്ലേ ഉണ്ടാകുകയാണ്. അതിൻ്റെ അപ്പോഴല്ലേ അത് ഉണ്ടാകുന്നു. പ്രവർത്തനം സംബന്ധിച്ച് നല്ല മതിപ്പോടു കൂടിയാണ് സാധാരണ അറിയുന്നത്. ഒരു മൂന്നാം പിണറായി ഗവൺമെൻറ് ഉയർന്നു വരാനുള്ള സാധ്യതയെ പറ്റിയാണ് ചർച്ച, അല്ലാണ്ട് നിഷേധാത്മകമായ പരിപാടികളെ പറ്റിയല്ല. ഇനിയിപ്പോൾ നിങ്ങളത് നോക്കില്ലോ, ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. നമുക്ക് നിങ്ങൾ നോക്കില്ല ഓർക്കോ? ആ അതാണ് നിങ്ങൾ ഓരോ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഇല്ലാത്ത വാർത്തയാണ്. ഇല്ലാത്ത വാർത്ത പറയുന്നത് നിങ്ങൾ തന്നെ വാർത്ത സൃഷ്ടിക്കുക, എന്നിട്ട് ആ വാർത്തയെ പറ്റി എന്നോട് പോയി ചോദിക്കുക. ആ നിലപാട് സ്വീകരിക്കുന്നില്ല. അത് തെറ്റായ പ്രവർത്തനം. സംഘടന നടക്കുന്നില്ല. ഇരുപത് നടപടി കോടതിയുടെ കയ്യിലേക്ക് നോക്കട്ടെ. കോടതിയുടെ മുമ്പിൽ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അത് ചെയ്യില്ലാന്ന് ചെയ്യുന്ന കാര്യം കോടതി കയ്യിൽ നോക്കി. എല്ലാ വിവാദവും ഒഴിവായിരിക്കല്ലേ, അവസാനിക്കേ. ഈ സമ്മേളനത്തിലൂടെ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. കേരളത്തിലെ പാർട്ടിക്കകത്ത് പൂർണ്ണമായിട്ടും യോജിച്ച പാർട്ടിയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് കേരളത്തിലെ CPI. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചില തീർത്തുപോലെ ഉണ്ടായിരുന്ന കാര്യം കൂടി അവസാനിപ്പിച്ച് നാല് ആരോഗ്യമുള്ള പാർട്ടിയായി CPI മൂന്നാം ടേമിലേക്കുള്ള യാത്രയിലേക്കാണ് മേഖല നാലുണ്ട്. അത് പിന്നീട് നമുക്ക് ആലോചിച്ചിട്ട് കാര്യം ആവശ്യമില്ല. കമ്മിറ്റിയാണ് ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടല്ലോ. അന്നേരം നോക്കാം. സ്റ്റേറ്റ് സമ്മേളനത്തിലല്ലേ നോക്കാം. അത് ഞാനതാ പറഞ്ഞത്. അതൊക്കെ പാർട്ടി ശരിയായ രീതിയിലാണ് അത് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ തന്നെ ശരിയായ രീതിയിൽ അത് വന്നു കഴിഞ്ഞു. പാർട്ടിയോടൊപ്പമാണ് അവരുടെ ജനങ്ങൾ. പാർട്ടിയോടൊപ്പമാണ് ഏതെങ്കിലും നേതാവിൻ്റെയോ അനുയായിൻ്റെയോ പാർട്ടിയോടൊപ്പം. ജനങ്ങളാണ് അവസാനത്തെ വാക്ക്. കേരളപ്പള്ളിയിലോ തന്നെയാണ് നല്ല ശക്തിയുള്ള പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരളപ്പള്ളിയും ശക്തിയോട് കൂടി പ്രവർത്തനം നടത്തിയിരിക്കും. സംസ്ഥാന സമ്മേളനത്തിനെല്ലാം പ്രവർത്തനം വരുമ്പോഴേക്കത് അതിൽ പൂർണ്ണ സ്വീകരിക്കും. പൊതുവായിട്ട് ഞങ്ങൾ നോക്കിയത് സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ സമ്മേളനങ്ങളോ നടത്തുന്നതിനോട് യോജിക്കുന്ന പാർട്ടി ഏതാശം അതവിടെ അല്ലാതെ ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ കൈകാര്യം ചെയ്യാം. അതാണ് കോടതിയുടെ മുമ്പിൽ വന്നത്. അത് കോടതി എല്ലാ പോസിറ്റീവും നെഗറ്റീവും, നെഗറ്റീവില്ലാതെ പോസിറ്റീവും, പോസിറ്റീവില്ലാതെ നെഗറ്റീവും ഉണ്ടാവില്ല. അത് ശരിയല്ലേ, ശാസ്ത്രമല്ലേ. ശരിയല്ലേ പുതിയ അല്ലേ? ആ പറയുന്നു.
അത് ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജീവ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം പാർട്ടിക്ക് പറയുന്നു പറയുന്നു. വലിയ രീതിയിൽ പ്രതിഷേധം വളരെ അങ്ങനെയുള്ളൂ. അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ കേരളം പോലുള്ള സംസ്ഥാനത്തിന് ചില മേഖലയിൽ ചില ചെറിയ രീതിയിലുള്ള വർധനമൊക്കെ വേണ്ടി വരുന്നുണ്ട്. ആ വേണ്ടി വരുന്നതിന് ഉൾക്കൊണ്ട് പോകല്ലാതെ പറയാൻ വഴിയൊന്നുമില്ല. അതാണ് കാര്യം. അതിപ്പോൾ പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കുകയും ചെയ്യാം. പ്രതിഷേധം അല്ലാതെ രീതിയിൽ അങ്ങനെ അത്രത്തോളം പോകണം ഇത്രത്തോളം പോകണം എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിച്ച് പോവാം. ഇത്രയേ ഉള്ളൂ.